എൻ്റെ പൊന്നേ വരെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വാഗമണ്ണിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പൊന്നിയങ്ങതിമാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് കൊച്ചിയേരിന്തിരിവിൽ നിന്നാണ്. ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വാഗമണിൽ നമ്മൾ ഇന്ന് ആദ്യം പോകുന്ന സ്ഥലം പാലഴുംപാറയാണ് കേട്ടോ. നമ്മുടെ മുട്ടക്കുന്നിന്റെ അവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ പാലഴുംപാറ. ഈ കാണുന്ന വഴിയിലൂടെ വേണം പോകാൻ. അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ എന്ത് മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നതെന്ന് അറിയാമോ? 2 പാറക്കെട്ടുകളുടെ നടുവിലൂടെയുള്ള ഒരു യാത്ര. അങ്ങോട്ടുള്ള വഴി വളരെ മോശമാണ് കേട്ടോ, അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ പോവുക. അവിടുന്ന് കുറച്ചങ്ങ് മുന്നോട്ട് പോകുമ്പോൾ പൈൻ ഫോറസ്റ്റിന്റെ അടിപൊളി ഒരു വ്യൂ കാണാൻ സാധിക്കും കേട്ടോ. എന്ത് ഭംഗിയാണല്ലേ ഈ കാഴ്ചകളെല്ലാം. ഇതാണ് പാലഴുംപാറ. നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ ഇറങ്ങാനായിട്ടുള്ള പെർമിഷൻ നമുക്കിപ്പം നിലവിലില്ല ഗൈസ്. നമുക്ക് അങ്ങോട്ടിപ്പം ഇറങ്ങിപ്പോകാനുള്ള ഗൈസ് ഇതാണ് നമ്മുടെ സ്ഥലം പാലഴുംപാറ. നമുക്കിപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പം ഇല്ല, കാരണം നമ്മളിപ്പോൾ അങ്ങോട്ട് ആരും ഇറക്കി വിടുന്നില്ല. പക്ഷെ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്പോട്ട്, പാലഴുംപാറ. നോക്കിയേ എന്ത് മനോഹരമാണല്ലേ, ആ പേര് പോലെ തന്നെയല്ലേ. പാലഴുംപാറ കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ ഈ പാലം കയറി കുറച്ച് മുന്നിലോട്ട് പോകുമ്പോൾ ഈ കാണുന്ന അമ്മാസ് ഹോട്ടലിന്റെ മുന്നിലൂടെ കിടക്കുന്ന ഒരു വഴിയുണ്ട്. പെട്ടെന്ന് ആരും അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു വഴി. അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഈ പാലം കയറി മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാം. അവിടുന്ന് 30 രൂപയുടെ ഒരു ടിക്കറ്റും എടുത്ത് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു കാഴ്ചയുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട്. ഒരു കിട്ടിലൻ വൈബ് തന്നെ കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ല, അതൊക്കെ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. അടുത്ത നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് വരുന്നത് മൊട്ടക്കുന്നാണ്. വാഗമൺ അടിപൊളിയായതുകൊണ്ടല്ലേ ലക്ഷക്കണക്കിന് ആളുകൾ ഇതുപോലെ വന്നു പോകുന്നത്. വാഗമണിന്റെ ഒരു പ്രധാനപ്പെട്ട നെഗറ്റീവ് തന്നെയാണ് റോഡുകൾക്ക് വീതിയില്ലാത്തതും അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യക്കുറവും. അവിടെ ചെറിയൊരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഞാൻ അവിടെ കയറ്റി വണ്ടി ഒതുക്കി കേട്ടോ. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടായ മെഡോസ് അല്ലെങ്കിൽ മൊട്ടക്കുന്നിലെത്തി കേട്ടോ. ഗൈസ് എന്ത് പറയാനാ, മൊട്ടക്കുന്ന് നിറയെ ആളുകളാട്ടോ, നല്ല തിരക്കാ. ഇവിടെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. വന്ന് കണ്ടാൽ മാത്രം പോരാ, സിപ്പ് ലൈൻ, കയാക്കിംഗ്, സൈക്ലിംഗ്, കുട്ടികൾക്കുള്ള ബോട്ടിംഗ്, അങ്ങനെ നിരവധി ഐറ്റം ഉണ്ട് കേട്ടോ. അതിലെല്ലാം കയറി ആസ്വദിക്കണം. നീ കളഭമാടുന്ന നേരം ആ പരിമളം നന്ദനിൻ ഹൃദയം തഴുകി സമയമേ നീയൊഴുകി മതിവരെ നിറയുക സിരകളിൽ അനുപമലഹരികളെ. ഗൈസ് വാഗമൺ നല്ല തിരക്കാണ് കേട്ടോ. റോഡിന്റെ വീതിക്കുറവും അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഇല്ലാത്തത് തന്നെയാണ് മെയിൻ കാരണം. മണിക്കൂറുകളോളം ബ്ലോക്കായി കിടന്ന സിറ്റുവേഷനുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഗൈസ് ഈ വീഡിയോയുടെ പാർട്ട് 2 ആരും മിസ് ചെയ്യില്ല കേട്ടോ. പാർട്ട് 2 ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.